ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡേറ്റയിലെ 4th മൊഡ്യൂളായിട്ടുള്ള ഫിനാൻഷ്യൽ റേഷ്യോസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ഫിനാൻഷ്യൽ റേഷ്യോ നമുക്ക് നോക്കാം. Financial ratios are powerful analytical tools that transform raw financial data into meaningful insights. They help evaluate a company's performance, financial health, and operational efficiency by comparing different line items from financial statement. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ? ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറയുന്നത് ഒരു പവർഫുൾ അനലിറ്റിക്കൽ ടൂളാണ്. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഫിനാൻഷ്യൽ റേഷ്യോസ് യൂസ് ചെയ്യുന്നത്? ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസ്, പ്രോഫിറ്റ്, സോൾവെൻസി, ലിക്വിഡിറ്റി, ഹെൽത്ത് മീൻസ് ഫിനാൻഷ്യൽ ഹെൽത്ത്, കമ്പനീസ് പെർഫോമൻസ്, ഓപ്പറേഷണൽ എഫിഷ്യൻസി എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറയുന്നത്. These ratios enable investors, creditors, and management to make informed decisions by assessing profitability, liquidity, solvency, and efficiency. Mastering ratio analysis is essential for anyone pursuing a career in finance or accounting. അപ്പോൾ ആർക്കൊക്കെ ഇത് മെയിനായിട്ട് യൂസ്ഫുൾ ആവും എന്നാണ് പറയുന്നത്? ഫിനാൻഷ്യൽ റേഷ്യോ മെയിനായിട്ട് ആർക്കൊക്കെ യൂസ്ഫുൾ ആവും? ഇൻവെസ്റ്റേഴ്സിന്, ക്രെഡിറ്റേഴ്സിന്, മാനേജ്മെൻറ്റിന്. അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഈ കമ്പനിക്ക് പ്രോഫിറ്റബിലിറ്റി ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്, സോൾവൻസി ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഇൻവെസ്റ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനും മാനേജ്മെൻറ്റിനൊക്കെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഫിനാൻസ് ഓർ അക്കൗണ്ടിങ് കരിയർ പെർസ്യൂ ചെയ്യുന്ന ഏതൊരാൾക്കും ഈ ഫിനാൻഷ്യൽ റേഷ്യോ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്, എസെൻഷ്യൽ ആണ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ? ഫിനാൻഷ്യൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് ആ കമ്പനിയുടെ പെർഫോമൻസ്, പ്രോഫിറ്റ്, സോൾവൻസി, ഫിനാൻഷ്യൽ ഹെൽത്ത് ഒക്കെ നോക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ടൂൾ, ഒരു പവർഫുൾ അനലിറ്റിക്കൽ ടൂളാണ് ഫിനാൻഷ്യൽ റേഷ്യോസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് റേഷ്യോ ആണ് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. എന്താ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ? Profitability ratio measures a company's ability to generate earnings relative to sales, assets, and equity. These ratios are critical indicators of business success and operational efficiency. അപ്പോൾ എന്താ പറയുന്നത്? ഒരു കമ്പനി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണോ, ഒരു ബിസിനസ്സിൻ്റെ എത്ര പ്രോഫിറ്റ്, അതിൻ്റെ ആ പ്രോഫിറ്റിൻ്റെ അളവ് കാണിക്കുന്ന ഒരു ടൂളാണ്. ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൻ്റെ അളവ് കാണിക്കുന്ന ഒരു ടൂൾ, അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റ് ഒരു കമ്പനി ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൂൾ ആണ് എന്ത്? പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. അത് 3 തരത്തിലുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. എന്ത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഫോർമുലയാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അടുത്തത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. എന്താ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് EBIT, അതായത് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അടുത്തത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. അതിൻ്റെ ഫോർമുല എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ 3 എണ്ണമാണ് വരുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് ഇൻകം എക്സ്പെൻസസും മാത്രം യൂസ് ചെയ്തിട്ട് എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് ഇൻകം അവിടെ നോക്കുന്നില്ല. ഡയറക്റ്റ് ഇൻകം എക്സ്പെൻസസ് മാത്രം നോക്കിയിട്ട് എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്ന് കണക്കാക്കുന്നതിനാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുക. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി വെച്ചിട്ട്, നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റി മാത്രം വെച്ചിട്ട് നമ്മൾ എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്ന് നോക്കുന്നതിനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുക. അടുത്തത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ പറഞ്ഞാൽ ടോട്ടൽ ആ കമ്പനി എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു അതിനെയാണ് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുക. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഫോർമുലയാണ് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഈക്വൽ ടു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് earnings before interest and tax divided by net sales into 100. Net profit ratio equal to net profit after tax divided by net sales into 100. അടുത്ത പേരാണ് റിട്ടേൺ മെട്രിക്സ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫോർമുലയാണ് ROI ഈക്വൽ ടു, നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിന് ROI എന്നും കൂടി എഴുതും. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ROI ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100.
എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ROI ഇവാലുവേറ്റ്സ് ദ എഫിഷ്യൻസി ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ കമ്പയറിംഗ് നെറ്റ് പ്രോഫിറ്റ് ടു ദ ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. ഹയർ ROI ഇൻഡിക്കേറ്റ്സ് ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫോമൻസ് ആൻഡ് വാല്യൂ ക്രിയേഷൻ. എന്താ പറയുന്നത്? ഹയർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫോമൻസിനെയും വാല്യൂ ക്രിയേഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്ര ലോവറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫോമൻസിനെയും വാല്യൂ ക്രിയേഷനെയാവും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇവാലുവേറ്റ്സ് ദ എഫിഷ്യൻസി ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ കമ്പയറിംഗ് ദ നെറ്റ് പ്രോഫിറ്റ് ടു ദ ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡിലും അതേപോലെ നെറ്റ് പ്രോഫിറ്റും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നെറ്റ് പ്രോഫിറ്റ് ടു ദ ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനിക്ക് എങ്ങനെ എത്ര ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്താണ് ബെറ്റർ ആണോ അല്ലേ എന്ന് നോക്കാൻ പറ്റുന്ന നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഹയർ ROI ഇൻഡിക്കേറ്റ്സ് ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫോമൻസ് ആൻഡ് വാല്യൂ ക്രിയേഷൻ എന്ന് പറയുന്നുണ്ട്. അടുത്തത് റിട്ടേൺ ഓൺ ഇക്വിറ്റി. എന്താ റിട്ടേൺ ഓൺ ഇക്വിറ്റി പറഞ്ഞാൽ? ROE ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഇൻറ്റു 100. ROE measures how effectively a company uses shareholders fund to generate profit. എന്താണ് ROE മെഷർ ചെയ്യുന്നത്? എത്ര പെട്ടെന്ന് എത്ര ഇഫക്റ്റീവായിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് യൂസ് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, എത്ര ഇഫക്റ്റീവായിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് യൂസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ROEയിൽ നോക്കുന്നത്. ഇറ്റ്സ് എ കീ മെട്രിക് ഫോർ ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സ് അസസിങ് മാനേജ്മെൻറ്റ് പെർഫോമൻസ്. ഇത് മെയിനായിട്ട് ഇക്വിറ്റി ഇൻവെസ്റ്റേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടൂളാണ് എന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് മാനേജ്മെൻറ്റ് പെർഫോമൻസ് എന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ROI ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റു 100. റിട്ടേൺ ഓൺ ഇക്വിറ്റി ROE ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ സെയിൽസ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഇൻറ്റു 100. നമ്മൾ ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതും കൂടിയും എല്ലാവരും നോക്കണം. അടുത്തത് വരുന്നതാണ് സോൾവൻസി ആൻഡ് കവറേജ് റേഷ്യോസ്. എന്താണ്? ദീസ് റേഷ്യോസ് അസസ് എ കമ്പനീസ് അബിലിറ്റി ടു മീറ്റ് ലോങ് ടേം ഒബ്ലിഗേഷൻസ് ആൻഡ് സർവീസ് ഡെറ്റ്, പ്രൊവൈഡിങ് ഇൻസൈറ്റ് ഇൻ ടു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് റിസ്ക് ലെവൽസ്. എന്താണ് സോൾവൻസി എന്ന് പറഞ്ഞാൽ? എത്ര പെട്ടെന്ന് എത്ര ഡെറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാനും എത്ര ഡെറ്റ് അടയ്ക്കാനുള്ള കഴിവ്. ഒബ്ലിഗേഷൻ എന്ന് പറയുമ്പോൾ ഡെറ്റിനെയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിക്ക് എത്ര ഡെറ്റ് ഉണ്ട് എന്നുള്ളതും അത് എത്ര പെട്ടെന്ന് വീട്ടാൻ അല്ലെങ്കിൽ ഡെറ്റ് ഹെൽപ്പ് ചെയ്യും അല്ലെങ്കിൽ ശേഷിയുണ്ട് കമ്പനിക്ക് എന്നും മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളിനെയാണ് നമ്മൾ എന്ത് പറയുക? സോൾവൻസി അല്ലെങ്കിൽ കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് റേഷ്യോ അസസ് എ കമ്പനീസ് അബിലിറ്റി ടു മീറ്റ് ലോങ് ടേം ഒബ്ലിഗേഷൻസ് ആൻഡ് സർവീസ് ഡെറ്റ്, പ്രൊവൈഡിങ് ഇൻസൈറ്റ്സ് ഇൻ ടു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് റിസ്ക് ലെവൽ. അപ്പോൾ ഇതിൽ വരുന്ന 3 റേഷ്യോസ് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. എന്താ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? EBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്. എന്താണ് EBIT? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. Measures ability to pay interest on outstanding debt. Higher ratio indicate better debt servicing capacity. Measures ability to pay interest on outstanding debt. അതായത് ഇപ്പോൾ ഓൾറെഡി ഉള്ള ഡെപ്റ്റിൽ എത്ര ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ പറ്റും, എത്ര ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള അബിലിറ്റി ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. എന്താണ് ഫോർമുല? EBIT അല്ലെങ്കിൽ EBIT ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. അടുത്ത് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ. എന്താ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ? ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഈക്വൽ ടു ടോട്ടൽ ഡെറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. കമ്പയർസ് ടോട്ടൽ ഡെറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഇൻഡിക്കേറ്റിംഗ് ഫിനാൻഷ്യൽ ലിവറേജ് ആൻഡ് റിസ്ക് എക്സ്പോഷർ. അപ്പോൾ എന്താണ്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി ആയിട്ട് നമ്മൾ എന്തിനെ കമ്പയർ ചെയ്യുകയാണെന്ന്? ടോട്ടൽ ഡെറ്റ്. അപ്പോൾ ടോട്ടൽ ഡെറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റിയാണ് നമ്മൾ ഡെറ്റ് ടു ഇക്വിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ഡെറ്റ് റേഷ്യോ. എന്താ ഡെറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ? ടോട്ടൽ ഡെറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ഷോസ് ദ പ്രപ്പോർഷൻ ഓഫ് അസറ്റ്സ് ഫിനാൻസ്ഡ് ബൈ ഡെറ്റ്. ലോവർ റേഷ്യോ സജസ്റ്റ് സ്ട്രോങ്ങർ ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ എത്ര പ്രപ്പോർഷൻ, അസറ്റിൻ്റെ എത്ര പ്രപ്പോർഷനാണ് ഡെപ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ലോവർ റേഷ്യോ സജസ്റ്റ് സ്ട്രോങ്ങർ ഫിനാൻഷ്യൽ പൊസിഷൻ. ആ റേഷ്യോ കുറവാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്? സ്ട്രോങ്ങർ ഫിനാൻഷ്യൽ പൊസിഷനാണ്. ആ റേഷ്യോ കൂടുതലാണെങ്കിലോ അത്ര സ്ട്രോങ് അല്ല ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഫോർമുല? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈക്വൽ ടു ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. Debt to equity ratio equal to total debt divided by shareholders equity. Debt ratio equal to total debt divided by total assets.
അടുത്തത് വരുന്നതാണ് ലിക്വിഡിറ്റി റേഷ്യോ. എന്താണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിക്വിഡിറ്റി റേഷ്യോസ് ഇവാലുവേറ്റ് എ കമ്പനീസ് എബിലിറ്റി ടു മീറ്റ് ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ യൂസിങ് കറണ്ട് അസറ്റ്. ദീസ് ആർ ക്രൂഷ്യൽ ഫോർ അസസിങ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് ഫിനാൻഷ്യൽ ഹെൽത്ത്. നമ്മൾ സോൾവൻസി റേഷ്യോ നമ്മൾ എന്താ പറയുന്നത്, ലോങ് ടേം ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്. ലിക്വിഡിറ്റിയിൽ നമ്മൾ ഷോർട്ട് ടേം ആണ്, അതായത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഉപയോഗിച്ചിട്ടും അതേപോലെ പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ടും നമുക്ക് എത്ര പെട്ടെന്ന് ഇപ്പോൾ ഉള്ള ഷോർട്ട് ടേമിലുള്ള ഡെപ്റ്റിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും, ആ ഡെറ്റിനെ നമുക്ക് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഡെറ്റിനെ നമുക്ക് തിരിച്ച് പേ ചെയ്യാൻ പറ്റും എന്ന് നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ടൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ലിക്വിഡിറ്റി റേഷ്യോയിൽ വരുന്നത്? കറണ്ട് റേഷ്യോ ഈക്വൽ ടു കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. കറണ്ട് അസറ്റ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് റേഷ്യോ. ഇതിൻ്റെ ഐഡിയൽ റേഷ്യോ പറയുന്നത് 2:1 ആണ്. ശരിക്കും ഇതിൻ്റെ ഐഡിയൽ റേഷ്യോ എന്താണ്? 2:1 മെഷേഴ്സ് ഓവറോൾ ഷോർട്ട് ടേം ലിക്വിഡിറ്റി പൊസിഷൻ. അപ്പോൾ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ് കറണ്ട് റേഷ്യോൻ്റെ. അടുത്തത് ക്യുക്ക് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യുക്ക് റേഷ്യോൻ്റെ വേറൊരു നെയിമാണ് ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ക്യുക്ക് റേഷ്യോ ഈക്വൽ ടു കറണ്ട് അസറ്റ് മൈനസ് ഇൻവെൻട്രി, അല്ലെങ്കിൽ നമ്മൾ ക്യുക്ക് അസറ്റ് എന്നും കൂടി പറയും ഇതിന്. അതായത് കറണ്ട് അസറ്റ് മൈനസ് ഇൻവെൻട്രി. നമ്മൾ ഇൻവെൻട്രീനെ എന്തിൽ യൂസ് ചെയ്യില്ല, ക്യുക്ക് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇൻവെൻട്രി യൂസ് ചെയ്യില്ല. അപ്പോൾ കറണ്ട് അസറ്റ്സ് മൈനസ് ഇൻവെൻട്രി ബൈ കറണ്ട് ലയബിലിറ്റീസ്, അല്ലെങ്കിൽ ക്യുക്ക് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഐഡിയൽ റേഷ്യോ 1:1. ഇതിൻ്റെ ഐഡിയൽ റേഷ്യോ എന്താണ്? 1:1 ആണ്. ടെസ്റ്റ് ഇമ്മീഡിയറ്റ് ലിക്വിഡിറ്റി വിത്തൗട്ട് റിലീയിങ് ഓൺ ഇൻവെൻട്രി സെയിൽസ്. അപ്പോൾ ഇമ്മീഡിയറ്റ് ലിക്വിഡിറ്റി ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ 1:1 ആണ് ക്യുക്ക് റേഷ്യോൻ്റെ ഐഡിയൽ റേഷ്യോ എന്ന് പറയുന്നത്. കറണ്ട് റേഷ്യോൻ്റെയോ 2:1 ആണ്. അടുത്തത് എന്തൊക്കെയാണ് വരുന്നത്? ആക്ടിവിറ്റി and turnover ratio. Activity ratio measures how efficiently a company utilizes its asset and manage working capital. These ratio reveal operational എഫക്റ്റീവ്നെസ് ആൻഡ് അസറ്റ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ എന്താ പറയുന്നത്, കമ്പനിയുടെ അസറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ട് എങ്ങനെ വർക്കിംഗ് ക്യാപിറ്റലിനെ മാനേജ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്ന ടൂളിനെയാണ് നമ്മൾ ആക്ടിവിറ്റി അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ. ഇൻവെൻറ്ററി ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻറ്ററി. എന്താണ് കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻറ്ററി? അടുത്തത് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെറ്റേഴ്സ്. അടുത്തത് ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, അതായത് നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് ഡിവൈഡഡ് ബൈ ആവറേജ് ക്രെഡിറ്റേഴ്സ്. അസറ്റ് ടേൺ ഓവർ റേഷ്യോ, നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ടോട്ടൽ അസറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻസ് വരുന്നത്. അപ്പോൾ ഇത് നന്നായി ക്ലിയർ ആയിട്ട് നോക്കിക്കോളൂ കേട്ടോ. അടുത്ത് നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നെറ്റ് സെയിൽസ് നമുക്ക് 9 lakh തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 6 lakh. ഓപ്പണിംഗ് ഇൻവെൻട്രി 90,000. ക്ലോസിംഗ് ഇൻവെൻട്രി 1,10,000. കറണ്ട് അസറ്റ് 2,50,000. കറണ്ട് ലയബിലിറ്റീസ് 1,25,000. ടോട്ടൽ ഡെപ്റ്റ് 3 lakh. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി 5 lakh. ഓക്കെ, നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? കറണ്ട് റേഷ്യോ കാണണം, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കാണണം, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയും കാണണം. അപ്പോൾ എന്താണ് കറണ്ട് റേഷ്യോൻ്റെ ഫോർമുല? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. നമ്മൾ നോക്കിയില്ലേ കറണ്ട് റേഷ്യോൻ്റെ ഫോർമുല എന്തായിരുന്നു? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ എന്താണ് കറണ്ട് അസറ്റ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്? കറണ്ട് അസറ്റ് തന്നിരിക്കുന്നത് 2,50,000 ആണ്. കറണ്ട് ലയബിലിറ്റീസോ 1,25,000 ആണ്. അപ്പോൾ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്, അതായത് 2,50,000 ഡിവൈഡഡ് ബൈ 1,25,000 ഈക്വൽ ടു 2:1. അതായത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 250 ബൈ 120, 0 ക്യാൻസലായി 250 ബൈ 125, അത് 2/1 കിട്ടും. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ്, നമ്മൾ റേഷ്യോയിലാണ് എന്ത് ചെയ്യുക, ഇതിനെ ആൻസറായിട്ട് പറയാം. അപ്പോൾ 2:1 ആണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത്. ഈ ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് എന്ത് പറയാം? സ്ട്രോങ് ലിക്വിഡിറ്റി പൊസിഷൻ വിത്ത് ₹2 ഓഫ് കറണ്ട് അസറ്റ് ഫോർ എവറി ₹1 ഓഫ് കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ എന്താ പറയുന്നത്, നമ്മളുടെ ഐഡിയൽ ആയിട്ടുള്ള തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? അതായത് നമ്മുടെ കറണ്ട് റേഷ്യോൻ്റെ ഐഡിയൽ നമ്മൾ എത്ര പറഞ്ഞത്? 2:1 അല്ലേ പറഞ്ഞത്? അപ്പോൾ സ്ട്രോങ് ലിക്വിഡിറ്റി പൊസിഷൻ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. എന്താണ് ഇൻവെൻട്രി ടേൺ ഓവറിൻ്റെ ഫോർമുല? കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻറ്ററി. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ് ഇവിടെ എന്താണ്? 6 lakh ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ് എന്താണ്? 6 lakh ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി
എന്താണ് കോസ്റ്റ് ഓഫ് ഗൂഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി അല്ലേ? ആവറേജ് ഇൻവെൻട്രി എങ്ങനെ കണ്ടുപിടിക്കുക? ഓപ്പണിംഗ് ഇൻവെൻറ്ററി പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി ഡിവൈഡഡ് ബൈ 2. ആവറേജ് ഇൻവെൻട്രി എങ്ങനെ കണ്ടുപിടിക്കുക? ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ആവറേജ് ഇൻവെൻട്രി എന്താണ്? 90,000 പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി 1,10,000 ഡിവൈഡഡ് ബൈ 2 എന്ത് കിട്ടും? അപ്പോൾ 6 lakh ഡിവൈഡഡ് ബൈ 90,000 പ്ലസ് 1,10,000 എന്ത് കിട്ടും? 2 lakh. 2 lakh ബൈ 2 എന്താണ്? 1 lakh. അപ്പോൾ 6 lakh ഡിവൈഡഡ് ബൈ 1 lakh എന്ന് നമുക്ക് വരും. അപ്പോൾ 6 lakh ഡിവൈഡഡ് ബൈ 1 lakh എന്താണ്? 6. അപ്പോൾ ടൈംസിലാണ് നമ്മൾ എന്ത് റേഷ്യോ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക? ഇൻവെൻട്രി റേഷ്യോസൊക്കെ നമ്മൾ ടേൺ ഓവർ റേഷ്യോസൊക്കെ നമ്മൾ എന്തിനാണ് എക്സ്പ്രസ് ചെയ്യുക? ടൈംസിലാണ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ 1 lakh കിട്ടിയത്. എങ്ങനെയാണ് 1 lakh കിട്ടിയത്? ആവറേജ് ഇൻവെൻട്രി ആണ്. ആവറേജ് ഇൻവെൻട്രി എങ്ങനെ കിട്ടുക? ഓപ്പണിംഗ് ഇൻവെൻട്രി പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി ഡിവൈഡഡ് ബൈ 2. ആവറേജ് ഇൻവെൻട്രി പ്ലസ് ക്ലോസിംഗ് ഇൻവെൻട്രി ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇനിയും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്താ പറയുന്നത്? ഇൻവെൻട്രി ഈസ് സോൾഡ് ആൻഡ് റീപ്ലേസ്ഡ് 6 times ആനുവലി ഇൻഡിക്കേറ്റിംഗ് എഫിഷ്യൻറ്റ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. എഫിഷ്യൻ്റ് ആണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാണാനാണ് പറയുന്നത്. ഡെറ്റ് ബൈ എന്താ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോൻ്റെ ഫോർമുല? ടോട്ടൽ ഡെപ്റ്റ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി അല്ലേ വരുന്നത്. അപ്പോൾ ടോട്ടൽ ഡെപ്റ്റ് എത്രയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? ടോട്ടൽ ഡെറ്റ് 3 lakh ആണ്. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഓഫ് 5 lakh. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഈക്വൽ ടു ടോട്ടൽ ഡെറ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. അപ്പോൾ 3 lakh ഡിവൈഡഡ് ബൈ 5 lakh 0.6:1 ആണ് അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇൻ്റർപ്രിട്ടേഷനിൽ വരുന്നത് എന്താ? കൺസർവേറ്റീവ് ക്യാപിറ്റൽ സ്ട്രക്ചർ വിത്ത് 0.60 ഓഫ് ഡെപ്റ്റ് ഫോർ എവറി 1 rupee ഓഫ് ഇക്വിറ്റി ഇൻഡിക്കേറ്റിംഗ് ലോ ഫിനാൻഷ്യൽ റിസ്ക്. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ റിസ്ക് എന്താണെന്നാണ് പറയുന്നത്? ലോ ആണ്, കമ്മിയാണ്.